എറണാകുളം അങ്കമാലി കിടങ്ങൂരിൽ ആന ഒരാളെ ചവിട്ടിക്കൊന്നു. കൊല്ലം സ്വദേശിയും ഡ്രൈവറുമായ വിഷ്ണു എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ചവിട്ടേറ്റ പാപ്പാൻ പ്രദീപ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഉത്സവത്തിനെത്തിച്ച മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. കാറും ഓട്ടോയും അടക്കം നിരവധി വാഹനങ്ങൾ ആന തകർത്തു. കാറ് മറിച്ചിരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാറ് തകർത്ത് തരിപ്പണമാക്കുകയാണ് ഈ മയ്യനാട് കണ്ടപ്പോൾ. ആന തുമ്പിക്കൈ ഉപയോഗിച്ച് പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇടഞ്ഞ 2 മണിക്കൂറിന് ശേഷം ആനയെ മയക്ക് വെടിവെച്ച് തളച്ചു. ആന പൂർണ്ണ നിയന്ത്രണത്തിലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് മുഹമ്മദ് സ്വാലിഹ് വിവരങ്ങൾ നൽകും. സ്വാലി, അമ്പലത്തിലെ എഴുന്നള്ളത്തിനിടെയാണോ ആന വിരണ്ടത്? മണിക്കൂറുകളെടുത്ത ശേഷമാണോ ആനയെ തളയ്ക്കാനായത്? ദിവ്യ, മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ആനയെ തളച്ചിരിക്കുന്നത്. ഈ ആനയെ ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാനായി എത്തിച്ചതാണ് എന്നതാണ് നമുക്ക് അവസാനമായി സ്ഥിരീകരിക്കാവുന്ന വിവരം. നാളെ പാലക്കാട് ഒരു ഉത്സവത്തിൽ എഴുന്നള്ളിക്കേണ്ട ആനയാണ്. ഈ ആനയെ ഇടയ്ക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് വലിയൊരു കുളവും അതോടൊപ്പം മറ്റു ആനയെ തളയ്ക്കാനുള്ള സൗകര്യങ്ങളും അതോടൊപ്പം ധാരാളം സ്ഥലവും ഈ ക്ഷേത്ര മൈതാനത്തുണ്ട്. ഇതാണ് ആനയെ ഇവിടേക്ക് എത്തിക്കാനുള്ള കാരണമായി ഈ ആനയെ പരിചരിക്കുന്നവർ പറയുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 9:30 ഇങ്ങനെയൊരു നാടിനെ നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത്. അങ്കമാലി ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. ആനയെ ലീസിനെടുത്ത ഈ ഡ്രൈവർ വിഷ്ണു എന്ന 32-കാരനാണ് മരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ആനയെ തൊഴിച്ച ശേഷം ആനയെ ക്ഷേത്രത്തിൽ തൊഴിച്ച ശേഷം തിരികെ കൊണ്ടുപോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമകാരിയായത് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ആനയെ തൊഴിച്ച ശേഷം തിരിച്ചു മടങ്ങുമ്പോൾ ആനയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ആന ആ നിർദ്ദേശങ്ങളോട് അസംതൃപ്തി കാണിക്കുകയും തുടർന്ന് വലിയ തോതിൽ അക്രമാസക്തനാകുകയുമാണ് ചെയ്തത്. എൻ്റെ തൊട്ടു മുമ്പിൽ ഇവിടെ വെച്ച് ആന ഈ ഡ്രൈവറെ കുത്തുകയും തുടർന്ന് ഡ്രൈവറെ ഈ ആനയുടെ തുമ്പിക്കൈ കൊണ്ട് വാരിയെടുത്ത ശേഷം ഈ കാണുന്ന ആൽമരത്തിന് താഴെയുള്ള സ്റ്റെപ്പിലേക്ക് ഈ ഡ്രൈവറുടെ ശരീരം വലിയ ശക്തിയോടുകൂടി അടിക്കുകയുമായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ നമ്മോട് പറയുന്നത്. മറ്റൊരാൾ പരിക്കേറ്റ ആൾ ഉള്ളത് ആനയുടെ 3ാം പാപ്പാനാണ്. മറ്റൊരാൾക്ക് കാര്യമായ പരിക്കുകളില്ലാതെ അദ്ദേഹം ചികിത്സയിലാണ്. വലിയ ഗുരുതരമായ പരിക്കുകൾ അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം ആനയെ തളച്ചിട്ടുണ്ട്. ഈ ആനയെ തളയ്ക്കുന്നതിനിടയിലും ആന അക്രമാസക്തനാകുന്നത് കാണാമായിരുന്നു. ആദ്യ മയക്കുവെടി ഏറ്റ ശേഷവും ധാരാളം സമയം ആന അക്രമാസക്തനായി തുടർന്നും ആനയെ മയക്കുവെടി വെച്ച ശേഷവും ആന സമീപത്തുള്ള വാഹനങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം തുടർന്നു. ആനയെ തളയ്ക്കാൻ വേണ്ടി ആനയുടെ സമീപത്തേക്ക് എത്തിയ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ അടക്കം ആന അക്രമകാരിയാകുന്നത് നമ്മൾ കണ്ടു. ശേഷം പിന്നീട് ഇവിടെ നടന്നത് ഈ ആനയുടെ കാലുകൾ വടം ഉപയോഗിച്ച് ബന്ധിക്കുകയായിരുന്നു. വടം ഉപയോഗിച്ച് ഇപ്പോൾ 4 കാലുകളും ബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആന ഈ മൈതാനമുറ്റത്ത് തുടരുകയാണ്. ആനയെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ പോലീസും അതോടൊപ്പം വനം വകുപ്പ് RRT ഉദ്യോഗസ്ഥരും ആനയെ പരിപാലിക്കുന്നവരും ഈ ആനയെ കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോഴും ആന പൂർണ്ണതോതിൽ മയങ്ങി എന്ന് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മോട് പറയുന്നുണ്ട്. ഈ മയക്കുവെടി വെച്ച ഈ ഉദ്യോഗസ്ഥനോട് നമ്മൾ സംസാരിച്ചിരുന്നു. ആന പൂർണ്ണതോതിൽ മയങ്ങി എന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. ആനയെ പൂർണ്ണതോതിൽ തളച്ചു എന്ന് നമുക്ക് ഈ നിമിഷം പറയാം. ദിവ്യ, എന്തായാലും സ്വാലി, ഈ ആന വിരണ്ടോടുന്ന സമയത്ത് ഈ കാറ് കുത്തിമറിച്ചിടുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു ആന. ആന നിലവിൽ തകർത്തിരിക്കുന്നത് ഒരു കാർ, സമീപത്തെ വീട്ടിലുള്ള ഒരു കാറാണ്. ആ വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ ആന ഈ തള്ളിക്കൊണ്ടുവന്ന് ഈ ക്ഷേത്രമുറ്റത്തേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് ഒരു ദൃക്സാക്ഷി നമ്മോട് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയ ശേഷവും ആന വലിയ തോതിൽ കാർ മറിച്ചിടുന്നത് നമ്മൾ കണ്ടു. ഏതാനും മീറ്ററുകൾ അപ്പുറത്തേക്ക് കാർ ആന മറിച്ചിടുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല മറ്റു 2 വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ ആന തകർത്തിട്ടുണ്ട്. ഒരു പെട്ടി
ഓട്ടോ, അതോടൊപ്പം ഈ ക്ഷേത്രത്തിലേക്ക് വലിയ ഒരു ജനറേറ്റർ എത്തിച്ചിരുന്ന ലോറി എന്നിവയാണ് ആന നിലവിൽ തകർത്തത്. മറ്റു 2 ബൈക്കുകളും ആന തകർത്തിട്ടുണ്ട്. ഒരു പക്ഷേ വലിയ തോതിലുള്ള നാശനഷ്ടം ഒഴിവായത് ഇവിടെ ക്ഷേത്രത്തിന്റെ മൈതാനം എന്ന് പറയുന്നത് 4 ഭാഗവും ഏറെക്കുറെ ക്ലോസ്ഡായി, അതായത് മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായതിനാലാകണം ഇപ്പോൾ ആന വലിയ തോതിൽ അക്രമകാരിയാകുന്നത്, അതായത് വലിയ തോതിൽ നാശനഷ്ടം വരുത്തുന്നതിൽ നിന്ന് ആനയെ തടഞ്ഞത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആന ചുറ്റുവട്ടത്തേക്ക് ഓടി അടുക്കുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള ദുരന്തമായേനെ എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇപ്പോൾ ഏതായാലും ആനയെ പൂർണ്ണ തോതിൽ തളച്ചിരിക്കുന്നു. ആന ഇപ്പോഴും ഈ ക്ഷേത്ര പരിസരത്ത് തുടരുകയാണ്. ആനയുടെ മസ്തകത്തിലേക്കടക്കം വെള്ളമൊഴിച്ച് ആനയെ കൂടുതൽ ശാന്തനാക്കാനാണ് ഇപ്പോൾ ഇവിടെയുള്ള RRT സംഘാംഗങ്ങൾ ശ്രമിക്കുന്നത്. ഏതായാലും ഈ ആക്രമണത്തിൽ ആനയുടെ ആക്രമണത്തിൽ മദപ്പാടിൽ ഒരു ഡ്രൈവർക്ക് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നു. 32 വയസ്സുകാരൻ